നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. നെറ്റ് പരീക്ഷാ പേപ്പർ 6 ലക്ഷം രൂപയ്ക്ക് വിൽപ്പനയ്ക്ക് വെച്ചെന്ന വിവരം. വിൽപ്പന നടന്നത് ഡാർക്ക് വെബിലും ടെലഗ്രാമിലും. ചില കോച്ചിംഗ് സെന്ററുകൾ CBI നിരീക്ഷണത്തിൽ. മുഖ്യപ്രതി സഞ്ജീവ് മുഖ്യയ്ക്കായി അന്വേഷണം ഊർജിതം. നീറ്റ് പുനഃപരീക്ഷയുടെ 6 സെന്ററുകളിൽ മാറ്റം വരുത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കാനും തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. ഡൽഹി BJP ഓഫീസിലേക്ക് ആയിരങ്ങളെ അണിനിരത്തി മാർച്ച്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജയിലിന് പുറത്തിറങ്ങാനിരിക്കെ ജാമ്യ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. ജാമ്യത്തിനെതിരായ ED ഹർജിയിൽ ഉത്തരവ് ചൊവ്വാഴ്ചയ്ക്കകം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 52ആയി. 30 പേരുടെ നില ഗുരുതരം. കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. വിഷയമുയർത്തി തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. അണ്ണാ DMK അംഗങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കി സ്പീക്കർ. തമിഴ്നാട്ടിൽ വ്യാജച്ചാരായ വിൽപ്പന വ്യാപകം. ബൈക്കിലെത്തി വിൽപ്പന നടത്തുന്ന ദൃശ്യങ്ങൾ 24-ന്. സംസ്ഥാനത്ത് ജനജീവിതത്തെ പൊള്ളിച്ച് നിത്യോപയോഗ സാധനങ്ങൾക്ക് തീവില. പച്ചക്കറി വില കുതിച്ചുയരുന്നു. തക്കാളി വില 100 കടന്നു. മീനിനും കോഴിയിറച്ചിക്കും വൻവില. ജീവിതം ദുസ്സഹമെന്ന് ജനങ്ങൾ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാർ ഇടപെടൽ ശക്തമാക്കണമെന്ന ആവശ്യം. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു. നീറ്റ് പരീക്ഷ ഒഴിവാക്കി സംസ്ഥാന എൻട്രൻസ് തിരിച്ചുകൊണ്ടുവരണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും SFI. പ്രോംപ്റ്റം സ്പീക്കർ പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട്. പാർലമെന്റിൽ പാലിച്ചു പോന്ന കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു. ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ച് നിയമങ്ങൾ പാസാക്കാൻ ഇത്തവണ ഇന്ത്യ മുന്നണി അനുവദിക്കില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ്. പ്രോംപ്റ്റം സ്പീക്കറെ നിയമിക്കുന്നതിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 8 തവണ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയത് ഗൂഢ ഉദ്ദേശത്തോടെ. ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ 24-നോട്. കുടിശ്ശിക വന്നതിനെ തുടർന്ന് KSEB ഫ്യൂസൂരിയ അഗളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. 15 ദിവസത്തിനുള്ളിൽ ജില്ലാ പഞ്ചായത്ത് കുടിശ്ശിക അടയ്ക്കാം എന്ന ഉറപ്പിലാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ കരുത്ത് പ്രകടമായെന്ന് തുഷാർ വെള്ളാപ്പള്ളി. CPIM വോട്ട് മാത്രമല്ല BDJS വഴി NDAക്ക് ലഭിച്ചതെന്ന് BJP കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടുവെന്നും തുഷാർ 24-നോട്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം. അഡ്മിഷൻ നേടാനാവാതെ 86,000-ഓളം വിദ്യാർത്ഥികൾ. മലപ്പുറത്ത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ് പൂട്ടിയിട്ട് MSF പ്രവർത്തകരുടെ പ്രതിഷേധം. അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിലേക്ക് SFI. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിൽ പരാതി പ്രളയമെന്ന 24 വാർത്ത നിയമസഭയിൽ. പരിപാടിയുടെ നടത്തിപ്പിന് 4 കോടി രൂപ സർക്കാർ ഗ്രാന്റ് നൽകിയെന്ന് മുഖ്യമന്ത്രി. വരവ് ചെലവ് കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചില്ല. വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് മാത്യു കുഴൽനാടൻ. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യത്ത് വിപുലമായ പരിപാടികൾ. ശ്രീനഗറിലെ യോഗാദിന പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. യോഗ മനുഷ്യരാശിക്ക് ശക്തി പകർന്നുവെന്ന് നരേന്ദ്രമോദി. യോഗയും ആയുർവേദവും ടൂറിസത്തിന്റെ പ്രധാന ഘടകങ്ങളെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം. മലക്കപ്പാറ റോഡിൽ കബാലി കാട്ടാന ആംബുലൻസ് തടഞ്ഞു. ആന ഇറങ്ങിയതിനെ തുടർന്ന് KSRTC ബസ് വഴിയിൽ കാത്തുകിടന്നത് 20 മിനിറ്റോളം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വയനാട്ടിൽ ബൈക്ക് യാത്രികർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനകൾ. കോഴിക്കോട് മൈസൂർ റോഡിലെ മുത്തങ്ങയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികർ വാഹനം ഉപേക്ഷിച്ച് ഓടിയതോടെ തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായി. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനയുടെ ജഡം അഴുകിയ നിലയിൽ കണ്ടെത്തി. മരപ്പാലമണത്തിൽ കണ്ടെത്തിയ ആനയുടെ ജഡത്തിന് 2 ആഴ്ചയോളം പഴക്കമുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരത്ത് കടന്നൽ കുത്തേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരുക്ക്. 13 സ്ത്രീകൾക്കാണ് പരുക്കേറ്റത്. 2 പേരുടെ നില ഗുരുതരം. ഭാരതപ്പുഴയിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പട്ടാമ്പി മുതൽ തൃത്താല വെള്ളിയാങ്കല്ല് വരെയുള്ള ഭാഗത്താണ് സംഭവം. പ്രദേശവാസികൾ
ആശങ്കയിൽ. ഏകീകൃത കുർബാന തർക്കത്തിൽ വിയോജനക്കുറിപ്പ് സ്ഥിരീകരിച്ച് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര. വൈദികർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ സിനഡിൽ വിയോജിപ്പ് അറിയിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായുള്ള കൂടിക്കാഴ്ചയിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ചർച്ചയായെന്നും ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങര. മാസപ്പടി കേസിലെ ED നടപടി ചോദ്യം ചെയ്ത് CMRL ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ED ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് ജീവനക്കാരുടെ വാദം. ജീവനക്കാരെ ചോദ്യം ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കൊച്ചി കാക്കനാട് DLF ഫ്ളാറ്റിൽ 48 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 538ആയി. ഫ്ളാറ്റിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്ന് ഈക്കോളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. മന്ത്രിയായതിനു ശേഷം ആദ്യ പരിഗണന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായിരിക്കുമെന്ന് നിയുക്ത മന്ത്രി OR കേളു. പട്ടികജാതി ക്ഷേമ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കും. സത്യപ്രതിജ്ഞ ഈ മാസം 23-ന്. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മണിക്കായിരിക്കും ചടങ്ങ്. കാത്ത് ലാബ് തകരാറിലായതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ നിലച്ചു. ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ച രോഗികളെ പറഞ്ഞുവിട്ടു. തകരാറിലാകുന്നത് മെഡിക്കൽ കോളേജിലെ 3ാമത്തെ കാത്ത് ലാബ്. BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഒരു സമുദായ സംഘടനയെയും ഭീഷണിപ്പെടുത്താം എന്ന് കരുതേണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണമാണ് LDFന് തിരിച്ചടിയായത്. ഇത് പരിശോധിക്കാതെ SNDPയെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. പല്ലും നഖവും ഉപയോഗിച്ച് SNDPക്ക് പിന്തുണ നൽകുമെന്നും K. സുരേന്ദ്രൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്. ആശുപത്രി വികസന സമിതി കൃത്യമായി കൂടുന്നില്ല. ആശുപത്രിയിൽ നടന്ന മരണങ്ങളിലെ യാഥാർത്ഥ്യം കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും TJ ആഞ്ചലോസ്. സൂര്യനെല്ലി പെൺകുട്ടിയുടെ വിലാസം വെളിപ്പെടുത്തിയ സംഭവത്തിൽ മുൻ DGP സിബി മാത്യൂസിനെതിരായ സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശം സ്റ്റേ ചെയ്തു. സിബി മാത്യൂസിനെതിരെ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെന്ന സിംഗിൾ ബെഞ്ച് പരാമർശമാണ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപിന്റെ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. വിടുതൽ ഹർജി തള്ളിയ വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്താണ് സന്ദീപ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ താൻ ഉണ്ടാകില്ലെന്ന് K. മുരളീധരൻ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതുകൊണ്ട് വയനാട്ടിൽ മാത്രം പ്രചാരണത്തിന് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും K. മുരളീധരൻ. കോഴിക്കോട് കൂടരഞ്ഞി കുളിരാമുട്ടിയിലെ വാഹനാപകടത്തിൽ മരണം 3ആയി. ചികിത്സയിലിരുന്ന തേക്കുംകുറ്റി സ്വദേശി മുഹമ്മദ് റാഫിയാണ് മരിച്ചത്. പിക്കപ്പ് വാൻ കടയിലേക്ക് പാഞ്ഞുകയറിയായിരുന്നു അപകടം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്കായി പണം നിക്ഷേപിച്ച് ആക്ഷൻ കൗൺസിൽ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ 16,71,000 രൂപ നിക്ഷേപിച്ചു. $40,000 പ്രാഥമിക ചർച്ചകൾക്ക് വേണ്ടത്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്ത് വകകന്മേലുള്ള താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തിയ കീഴ്ക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ജപ്തി സ്ഥിരപ്പെടുത്തൽ അപേക്ഷ നൽകിയത് സമയപരിധി കഴിഞ്ഞാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വയനാട് കേണിച്ചിറ എടക്കാടിൽ വീണ്ടും കടുവ ഇറങ്ങി. കഴിഞ്ഞ ദിവസം കൊന്ന പശുവിനെ ഭക്ഷിക്കാനാണ് കടുവ എത്തിയത്. വൈകിട്ട് 3:45ഓടെയാണ് കടുവ മേഖലയിൽ എത്തിയത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. മലപ്പുറം എടവണ്ണയിൽ മരം മുറിക്കുന്നതിനിടെ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. കണ്ണൂർ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാശ്രമം. ഇടുക്കി സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസറാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കാരണം സ്ഥലം മാറ്റിയതിലെ നിരാശയെന്ന് സൂചന. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചാരണത്തിനായി എത്തുമെന്ന് റിപ്പോർട്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് P. ചിദംബരം മമതയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ.
മലപ്പുറത്ത് ഗേറ്റിൽ കുടുങ്ങി 9 വയസ്സുകാരൻ മരിച്ചത് കഴുത്തിനേറ്റ പരിക്കിനെ തുടർന്നാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 2 ഭാഗത്തുനിന്നുമുള്ള സമ്മർദ്ദം കാരണം കഴുത്തിന് ഒടിവുണ്ടായെന്നും റിപ്പോർട്ട്. പാലക്കാട് പെരുവമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കുട്ടികളുടെ വാക്സിനേഷൻ മുറിയിൽ അണലിപ്പാമ്പ്. മുറിയുടെ ജനൽ കാലങ്ങളായി പൊളിഞ്ഞുകിടക്കുന്നെന്ന് പരാതി. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ സുരക്ഷിതത്വമില്ലെന്നും മുൻപ് പരാതി ഉയർന്നിരുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. കച്ചേരിപ്പടി സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചവറയിൽ മീൻപിടുത്തത്തിനിടെ കായലിൽ കാണാതായ ആളിന്റെ മൃതദേഹം കണ്ടെത്തി. പുതുക്കാട് ചാരുമൂട് സ്വദേശി ഗിൽബർട്ടാണ് മരിച്ചത്. അപകടം ഇന്നലെ രാത്രി. എറണാകുളം തിരുവൈരാണിക്കുളത്ത് 1.5 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിലായത് മുർഷിദാബാദ് സ്വദേശി സഹിൻ മണ്ഡൽ. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ചേർത്തല മണപ്പുറം സെയിന്റ് തെരേസസ് സ്കൂളിൽ യോഗാ പരിശീലനം നടത്തി. യോഗാചാര്യ B പത്മകുമാർ യോഗ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ ജെയിംസ് പുതുശ്ശേരി CMI അധ്യക്ഷനായി. അന്താരാഷ്ട്ര യോഗാ ദിനം കൂനമ്മാവ് സെയിന്റ് ഫിലോമിനാസ് SPC യൂണിറ്റ് ആചരിച്ചു. കടമക്കുടി വാക്ക്വേയിൽ SPC കേഡറ്റുകളുടെ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ, പോലീസ് ഓഫീസർ സിന്ധു എന്നിവരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 1223 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ മിശ്രിതം പിടികൂടി. ബാലുശ്ശേരി ഉണ്ണിക്കുളം സ്വദേശി ജംഷീർ TT പിടിയിലായി. എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി സംഘടിപ്പിച്ചു. കോളേജിന്റെ ചെയർമാനും മാനേജറുമായ റവറന്റ് ഫാദർ ഡോക്ടർ ആന്റണി തോപ്പിൽ അധ്യക്ഷനായ പരിപാടിയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജോയ് VM ആശംസകൾ അറിയിച്ചു. കാസർഗോഡ് നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കവർച്ച. 11,600 രൂപയും ക്യാമറയും മോഷണം പോയി. CCTVയുടെ DVR മോഷ്ടാക്കൾ കൊണ്ടുപോയി. സബ് ജില്ലാ സുബ്രതോ മുഖർജി ഫുട്ബോൾ മത്സരങ്ങൾ എറണാകുളം അംബേദ്കർ സ്റ്റേഡിയത്തിൽ തുടങ്ങി. Under-15 ആൺകുട്ടികളുടെയും Under-17 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. എറണാകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡിഫി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 24-ന്. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ ഡിപ്ലോമ ഇൻ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത +2. പ്രവേശന തീയതി ജൂലൈ 1. കോട്ടയം പുതുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാത്തമാറ്റിക്സ് കൊമേഴ്സ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 24-ന്. 100 ന്യൂസിലേക്ക് തിരികെ ദേശീയ വാർത്തകൾ. ഹിമാചൽ പ്രദേശിൽ ബസ് മറിഞ്ഞ അപകടം. ഡ്രൈവറടക്കം 4 പേർ മരിച്ചു, 7 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് ഷിംലയിലെ ജുബലിൽ. കന്യാകുമാരിയിൽ വ്യാജമദ്യവുമായി 4 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് 250 ലിറ്ററോളം വ്യാജമദ്യം പിടിച്ചെടുത്തു. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ജൂലൈ 1-ന് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നത് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ കത്ത്. 146 MPമാരെ സസ്പെൻഡ് ചെയ്ത സമയത്താണ് 3 ബില്ലുകളും ലോക്സഭയിൽ പാസാക്കിയതെന്നും കത്തിൽ വിമർശനം. ക്രിമിനൽ നിയമങ്ങളുടെ പാർലമെന്ററി പുനരവലോകനം ആവശ്യമാണെന്നും മമത. അമർനാഥ് യാത്രയോടനുബന്ധിച്ച് സുരക്ഷാ അവലോകന യോഗം ചേർന്നു. ചന്ദ്രക്കോട്ടിലും ഉധംപൂരിലും നടന്ന യോഗത്തിൽ പോലീസും CRPF ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് ഏജൻസി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനങ്ങൾ എടുത്തു. ഭീമ കൊറേഗാവ് കേസിലെ പ്രതി മഹേഷ് റാവുത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. ജാമ്യം അടുത്ത മാസം 6 മുതൽ 10 വരെ ജാമ്യം നൽകിയത് മുത്തശ്ശിയുടെ മരണത്തെ തുടർന്നുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ. ബംഗളൂരു 2ാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്ന് കർണാടക വ്യവസായ മന്ത്രി MB പാട്ടീൽ. സാധ്യതാ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങിനോട് നന്ദി പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ എക്സ്പോസ്റ്റ്. പപ്പുവ ന്യൂഗിനിയയിലെ മണ്ണിടിച്ചിലിൽ ദുരിതബാധിതർക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ
ഏകോപിപ്പിച്ചതിനാണ് നന്ദി അറിയിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ ദോസ്തി എന്ന തലക്കെട്ടിലാണ് പോസ്റ്റ്. സമൂഹത്തിലെ എല്ലാ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധിയാണ് യോഗയെന്ന് ബാബ രാംദേവ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ യോഗ പുരോഗതി കൈവരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് ഹരിദ്വാറിൽ ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ യോഗാഭ്യാസം സംഘടിപ്പിച്ചു. പൂനെ വാഹനാപകട കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. ഇരുഭാഗത്തെയും വാദം കേട്ട ശേഷമാണ് കോടതി വിധി പറയുന്നത് മാറ്റിയത്. ഈ മാസം 25-ന് തീരുമാനം പ്രഖ്യാപിക്കും. രാജ്യാന്തര വാർത്തകൾ. ഗസയിലെ സെയ്റ്റ് ടൗണിൽ വീടുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം. 8 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്ക്. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,431. അമേരിക്കയിലെ കോളേജുകളിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഓട്ടോമാറ്റിക് ഗ്രീൻ കാർഡ് നൽകുമെന്ന് മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് വിപരീതമായ പ്രഖ്യാപനമാണിത്. അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ചിലിയിൽ പരീക്ഷണ ഓട്ടത്തിനിടെ പാസഞ്ചർ ട്രെയിൻ കാർഗോ ട്രെയിനുമായി കൂട്ടിയിടിച്ച് അപകടം. 2 പേർ മരിച്ചു, 9 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരിൽ 4 ചൈനീസ് പൗരന്മാരും. ഉഭയകക്ഷി യോഗത്തിനൊരുങ്ങി ദക്ഷിണ കൊറിയയും ജപ്പാനും. ഇരു രാജ്യങ്ങളിലെയും ധനമന്ത്രിമാരുടെ യോഗം ഈ മാസം 25-ന്. ചർച്ച ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ വെച്ച്. റഷ്യയുടെ കാസ്പസ്കി ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നിരോധിച്ച് അമേരിക്ക. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ആണ് വിലക്കെന്ന് വിശദീകരണം. സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനം സുരക്ഷാ ഭീഷണി ഉയർത്തുന്നില്ലെന്ന വിശദീകരണവുമായി കമ്പനി രംഗത്ത്. വിലക്കിനെ നിയമപരമായി നേരിടുമെന്നും കാസ്പസ്കി അധികൃതർ. മെക്സിക്കോയിൽ ഈ വർഷം രേഖപ്പെടുത്തിയത് റെക്കോർഡ് താപനില. ഉഷ്ണതരംഗത്തിൽ ജീവൻ നഷ്ടമായത് 125 പേർക്ക്. 2300 പേർക്ക് സൂര്യാതപമേറ്റു എന്നും റിപ്പോർട്ട്. നാശം വിതച്ച് ആൽബർട്ടോ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് ഉടൻ വടക്ക് കിഴക്കൻ മെക്സിക്കോയിൽ പ്രവേശിക്കുമെന്ന റിപ്പോർട്ട്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 മരണം. ആഭ്യന്തര കലാപം രൂക്ഷമായ ഹെയ്ത്തിക്ക് സഹായവുമായി അമേരിക്ക. $110 മില്യൺ സുരക്ഷാ ധനസഹായം കൈമാറും. ചൈന ആസ്ഥാനമായുള്ള കമ്പനികൾക്ക് വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജപ്പാൻ. യുക്രൈന് യുദ്ധത്തിൽ റഷ്യയെ പിന്തുണച്ചു എന്നാരോപിച്ചാണ് നിയന്ത്രണം. റഷ്യൻ ഡ്രോണുകൾക്ക് മൈക്രോ ചിപ്പുകൾ നൽകിയ ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഏഷ്യ പസഫിക് ലിങ്ക്സ് ലിമിറ്റഡും ചൈന ആസ്ഥാനമായുള്ള യിലുഫ ഇലക്ട്രോണിക്സ് ലിമിറ്റഡും പട്ടികയിൽ. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അധ്യാപകന് 20 വർഷം തടവ് വിധിച്ച് റഷ്യ. യുക്രൈനിലേക്ക് പണം അയച്ചു നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ശിക്ഷാ നടപടി. 27-കാരനായ ഡാനിൽ ക്ലിയൂക്കയാണ് ശിക്ഷിക്കപ്പെട്ടത്. ബിസിനസ് ന്യൂസ്. സ്വർണ്ണവില വീണ്ടും കൂടി. ഇന്ന് കൂടിയത് പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയും. ഇന്നത്തെ വ്യാപാരം പവന് 53,720 രൂപയിൽ എത്തി. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി വീണ്ടും മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിന്റെ വിപണി മൂല്യം $3.31 ട്രില്യൺ ഉയർന്നു. GST കൗൺസിൽ യോഗം നാളെ. ബജറ്റിന് മുൻപ് നടക്കുന്ന യോഗത്തിൽ നികുതി നിർദ്ദേശങ്ങൾ ചർച്ചയാകും. പെട്രോൾ ഡീസൽ വില GSTയിൽ ഉൾപ്പെടുത്തണോ എന്നതിലും പ്രാഥമിക ചർച്ച. പലിശ നിരക്ക് മാറ്റാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 5.5% നിലനിർത്തി. വിലക്കയറ്റം കുറയാതെ നിരക്കിളവ് പരിഗണിക്കില്ലെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി. സ്വിസ് ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള ഇന്ത്യൻ നിക്ഷേപം 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. പോയ വർഷം രേഖപ്പെടുത്തിയത് 70% കുറവ്. നിക്ഷേപ കണക്കിൽ കുറവ് രേഖപ്പെടുന്നത് തുടർച്ചയായ 2ാം വർഷം. ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഇന്റൽ മണിയുടെ വാർഷിക ലാഭത്തിൽ വൻ വർധന. ലാഭം 55.75 കോടി രൂപ. 2024 സാമ്പത്തിക വർഷത്തെ മൊത്തം പ്രവർത്തന വരുമാനം 289 കോടി രൂപ. സ്പോർട്സ് ന്യൂസ്. പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്തായതിനു പിന്നാലെ ഇന്ത്യൻ ഫുട്ബോളിനെ കടന്നാക്രമിച്ച് കോച്ച് ഇഗോർ സ്റ്റിമാച്ച്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെതിരെയാണ് വിമർശനം. അധികാരമോഹികളുടെ കൈകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് സ്റ്റിമാച്ചിന്റെ വിമർശനം.
നവംബറിൽ നടക്കുന്ന ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടു. BCCIയും ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്കയും ചേർന്ന സംയുക്ത പ്രസ്താവനയിലാണ് പ്രഖ്യാപനം. യൂറോ കപ്പ് ഫുട്ബോളിൽ നിന്ന് പിന്മാറുമെന്ന ഭീഷണിയുമായി സെർബിയ. ക്രൊയേഷ്യ അൽബേനിയ മത്സരത്തിനിടെ സെർബിയക്കാർക്കെതിരെ ഗാലറിയിൽ നിന്നുണ്ടായ ചാറ്റിൽ കർശന നടപടി ആവശ്യപ്പെട്ടാണ് സെർബിയൻ ഫുട്ബോൾ അസോസിയേഷൻ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത്. യൂറോ കപ്പ് ഫുട്ബോളിൽ യുക്രൈന് ജയം. 1-2 ഗോളിന് സ്ലൊവാക്കിയെ തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ പിന്നിലായിരുന്ന യുക്രൈൻ രണ്ടാം പകുതിയിൽ 2 ഗോൾ തിരിച്ചടിച്ചാണ് ജയിച്ചു കയറിയത്. ജയത്തോടെ പ്രീ ക്വാർട്ടർ പ്രതീക്ഷകളും യുക്രൈൻ നിലനിർത്തി. ഇനി കാണാം സാംസ്കാരിക സിനിമാ വാർത്ത. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം കൂലിയുടെ പുതിയ അപ്ഡേറ്റ് പുറത്ത്. സിനിമയുടെ ചിത്രീകരണം അടുത്ത മാസം 1 തുടങ്ങുമെന്ന റിപ്പോർട്ട്. ആരാധകർ ആവേശത്തിൽ. വിവിധ അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ പുരസ്കാരം നേടിയ മെയ്ഡ് ഇൻ ഷോർട്ട് ഫിലിം. LK പ്രൊഡക്ഷൻ ഇന്റർനാഷണലിന്റെ ബാനറിൽ രാജേഷ് പുത്തൻപുരിയിലാണ് മെയ്ഡ് ഇൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും. ദാദാസാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് അടക്കം 6 ചലച്ചിത്ര പുരസ്കാരങ്ങൾ മെയ്ഡ് ഇൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. നാളത്തെ വാർത്തകൾ. കൊല്ലം സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നാളെ മുതൽ. കൊല്ലം C. കേശവൻ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രസിഡന്റ് S. സുരേഷ് കുമാർ പതാക ഉയർത്തും. തൃക്കാക്കര നഗരസഭാ പരിധിയിൽ നാളെ ജലവിതരണം മുടങ്ങും. നിയന്ത്രണം കാക്കനാട് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. CISF കൊച്ചി ഷിപ്പ്യാർഡ് യൂണിറ്റിലെ പഴയ സാധനങ്ങളുടെ പൊതുലേലം നാളെ നടക്കും. നാളെ രാവിലെ 10 ഷിപ്പ്യാർഡിലെ ക്വാർട്ടർ മസ്റ്റർ സ്റ്റോറിലാൽ. വള്ളംകളി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം ജലോത്സവം നാളെ. വള്ളംകളിയിൽ 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. അസമിൽ പ്രളയം ബാധിച്ചത് 4 ലക്ഷം പേരെ. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 36 പേർ മരിച്ചെന്ന റിപ്പോർട്ട്. സംസ്ഥാനത്തെ പ്രളയബാധിത ജില്ലകളിൽ നിരവധി റോഡുകളും പാലങ്ങളും തകർന്ന നിലയിൽ. ഒഡീഷയിലെ ഡിഫ്തീരിയ കേസുകളിൽ വർധന. രായഗഡ, കോരാപുട്ട് ജില്ലകളിലായി ഇതുവരെ 6 കുട്ടികൾ ഡിഫ്തീരിയ ബാധിച്ച് മരിച്ചതായി റിപ്പോർട്ട്. നിയന്ത്രണം ശക്തമാക്കി ആരോഗ്യ വകുപ്പ്. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.